ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോട് ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. സോന എന്നാണ് പേര്. നമ്മൾ ഇന്ന് UCC യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന വിഷയത്തിനെ കുറിച്ചാണ്. സോന എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി വലിയൊരാളാണ്, വലിയ ടെക്നിക്കൽ നോളജ് ഒക്കെ ഉള്ള ആളാണ്. ഞാൻ സോനനെ പരിചയപ്പെടുത്തി US. ഹായ്, എന്റെ പേര് സോന. പിന്നെ എന്ന് പറഞ്ഞ പോലെ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും എനിക്കില്ല. ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ സൈഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ കൂടുതൽ പൊളിറ്റിക്സിലോട് താല്പര്യം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അതാണ് ഇങ്ങനെ ഒരു ടോപ്പിക് സംസാരിക്കാൻ തന്നെ വിചാരിച്ചത്. പറഞ്ഞു വരുമ്പോ ഫെമിനിസ്റ്റ് ആണ്. എനിക്കുള്ള ചീത്ത മൊത്തം മേടിച്ചൊരാള. അതെ, ഫെമിനിസ്റ്റ് ആണ്. അല്ല, വേറൊരു നല്ല കാര്യം, ചെസ് ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഭയങ്കര ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. നമുക്ക് നോക്കാം, ബുദ്ധി എത്ര നോക്കാം. അപ്പൊ സോന, അപ്പൊ UCC ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്ത് തോന്നുന്നു, UCC വേണോ വേണ്ടേ? ഫസ്റ്റ് ചോദ്യം, UCC വേണോ വേണ്ടേ? ആദ്യം UCC പറ്റി ഒരു ഇൻട്രോ എന്ന് തന്നെ കൊടുക്കും, എന്നിട്ട് നമുക്ക് അതിൽ പോവാം. ഓക്കെ, UCC എന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ്. നമ്മുടെ നാട്ടിലെ രണ്ട് തരത്തിലാണ് ലോസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്രിമിനൽ ബേസ്ഡ് ലോസ്, ഒന്ന് സിവിൽ ബേസ്ഡ് ലോസ്. ക്രിമിനൽ ബേസ്ഡ് ലോസ് എല്ലാ ഇന്ത്യനും സിമിലർ ആണ്, ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും കൊന്നു കഴിഞ്ഞാൽ ഉള്ളേ കിടക്കും, അത്രേ ഉള്ളൂ. വേറെ ബാന്ധവ ജാതി വെച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല. സിവിൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ലോസിലെ കുറച്ച് ലോസ്, അതായത് മാരേജ്, ഇൻഹെറിറ്റൻസ് എന്നുള്ള ചെറിയ ലോസ് മാത്രം നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും റിലീജിയൻ ബേസ്ഡും ആയിട്ടും മാറ്റിയിട്ടുണ്ട്. ആ മാറ്റങ്ങളും കൂടെ മാറ്റി നമ്മളെല്ലാവരും ഒരു ഇന്ത്യക്കാർ ഒരു ലോ എന്നുള്ള രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യം. ഇത് കറക്റ്റല്ലേ? ഓക്കെ അല്ലേ സോന? ഇത് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഇല്ല ഇല്ല, ഓക്കെ ആണ്. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടേ സോന? യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിലവില് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോ ലോ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. നിലവിലത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സങ്കീർണമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര രാജ്യമാണ്, ബഹുസ്വരതയെ കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. സോ അങ്ങനത്തെ ഒരു രാജ്യത്തെ എങ്ങനെ UCC കൊണ്ടുവരും എന്നുള്ളത് വളരെയധികം സങ്കീർണത നിറഞ്ഞ ഭയങ്കര ടാസ്ക് ആണ് ആക്ച്വലി. അത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് അതെ, നല്ല പാടാണ്. അപ്പോ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പം പേഴ്സണലി UCC കൊണ്ടുവന്നാൽ തന്നെയും അതെങ്ങനെ കൊണ്ടുവരണം എന്ന് ആലോചിക്കുമ്പോഴേക്കും അത് ഞാൻ അതിൽ കുറച്ച് കൺസേൺ ആണ്. സോ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ UCC കൊണ്ടുവരണം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായ ആൻസർ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം കുറെ കൂടി സങ്കീർണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു UCC കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ ഐ തിങ്ക് കുറച്ചത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനെങ്ങനെ വേണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് നിൽക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം വേണോ വേണ്ടെന്ന് ഇങ്ങനെ നമ്മളൊരു ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്നത് തന്നെ ഒരു അല്ല, അതിലൊരു കാര്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഇതിൽ പറയുന്നത് 36 to 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് വരുന്നത്. അപ്പോ അതില് ഇതൊരിക്കലും പാലിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാധനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഗവൺമെന്റ് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന്. സോന, പാലിച്ചേ പറ്റൂ എന്ന് പറയുന്നല്ലേ, എന്താണ് പറയുന്നതെന്ന് കൂടെ വ്യൂസിനൊന്ന് പറഞ്ഞു കൊടുക്കും. എന്ത് പറയുന്നു? പാലിച്ചേ പറ്റൂല്ലോ എന്നല്ല പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിവിൽ കോഡ് ചെയ്യുവാണെങ്കിൽ തന്നെയും അത് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ നടപ്പിലാക്കുവാണെങ്കിൽ തന്നെയും ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ തന്നെ നടപ്പിലാക്കണം എന്നാണ് അത് പറഞ്ഞു വരുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ ഉത്തരാഖണ്ഡിന്റെ കാര്യമല്ല ഇപ്പൊ സംസാരിക്കുന്നത്. നമ്മൾ UCC വേണോ വേണ്ടേ എന്നുള്ളതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം അതിലേക്ക് എത്തണം. ദാറ്റ് ഇസ് ദി പ്രിൻസിപ്പിൾസ് ദാറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള BR അംബേദ്കർ ഏറ്റവും കൂടുതൽ വാദിച്ച കാര്യത്തിൽ ഒന്നാണ് UCC വരണം. BR അംബേദ്കർ ഏറ്റവും കൂടുതൽ വാദിച്ചെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. BR അംബേദ്കർ പറയുന്ന ഒരു കാര്യം ചിലയിടത്ത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അതായത് എസ്പെഷ്യലി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന അടുത്തടുത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ ഭേദിച്ചുകൊണ്ടാവരുത് UCC നടപ്പിലാക്കരുത്. പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് BR അംബേദ്കറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഫസ്റ്റ് തന്നെ BR അംബേദ്കർ പറഞ്ഞിരുന്ന കാര്യം ഹിന്ദു കോഡ് ബില്ലായിരിക്കണം UCCയുടെ ആദ്യ പടി എന്ന്. ഹിന്ദു കോഡിനെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് അതായത് UCCയുടെ ആദ്യ പടി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതിനെ അന്ന് അദ്ദേഹമായിരുന്നു നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഒരാള്, നിയമനിർമ്മാണത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം അവസാനം ഇറങ്ങിപ്പോവാണ് ചെയ്തത്. രാജിവെച്ച് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. കാരണം ഹിന്ദു കോഡ് ബില്ലിനെതിരെ അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബില്ലിൻ പരിഷ്കരിച്ചതിനെതിരെ ഒരുപാട് ആൾക്കാർ സഭയ്ക്കകത്തും പുറത്തും ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്.
അതെ, അന്ന് അന്ന് അതിനുള്ള സമയം ആയില്ലായിരുന്നു അന്ന്. കാരണം നമ്മൾ കുറെ രാജ്യങ്ങൾ ചേർന്ന ഒരു കൺട്രി ആയിട്ട് മാറിയ കൺട്രിയാണ് നമ്മൾ. അന്ന് അതിനുള്ള സമയമല്ല. ഇന്ന് പക്ഷേ ഇന്ത്യയായി, ഭാരതമായി, നമ്മളൊരു കൺട്രി ആസ് എ ഹോൾ നമ്മൾ ഒന്നായി കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഉള്ള സമയമായില്ലേ? നമ്മൾ പുരോഗമന ഇന്ത്യ, നമ്മൾ പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് വേറെ റൂൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഐക്യത്തോടെ ജീവിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ സാധിക്കും? അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണം? അല്ല, അത് ദാറ്റ് ഷുഡ് ബി അപ് ടു ഡിസ്കഷൻ. അത് എങ്ങനെ വരണോ എന്നുള്ളത് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന നമ്മുടെ ആൾക്കാർ അവിടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനല്ല തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് വെച്ചിട്ടാണ് എന്റെ ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉത്തരാഖണ്ഡ് ഒരു UCC വന്നല്ലോ, അതിൽ ഞാനൊരു പ്രശ്നവും കാണുന്നില്ല. ഐ ഡോണ്ട് സീ എ പ്രോബ്ലം ഇൻ ദാറ്റ്. എനിക്ക് ഭയങ്കര മോശമെന്ന് തോന്നുന്ന ഒരു ആസ്പെക്ട് അതിലുള്ളൂ, ഒരു ആസ്പെക്ടേ ഉള്ളൂ. ബാക്കി ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത് സംസാരിച്ച് നമുക്ക് മാറ്റാം, അത് നമുക്ക് ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വേറെ ഒന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. എന്താണ് നിനക്ക് എന്താണ് ഒരു ഈ ഉത്തരാഖണ്ഡ് സിവിൽ കോഡിൽ എന്താണ് പ്രശ്നമുള്ള 2-3 സാധനങ്ങൾ എന്താണ്? ഉത്തരാഖണ്ഡ് സിവിൽ കോഡിന്റെ ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. അതായത് അത് ഞാൻ പറയാം, പക്ഷെ ഞാൻ അതിനുമ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഉത്തരാഖണ്ഡ് സിവിൽ കോഡിനെ ഒരു മൊത്തത്തിൽ ഒരു സിവിൽ കോഡാക്കി എടുക്കാൻ പറ്റുമോ? അതിന് മാതൃകയാണോ? ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണാൻ പറ്റുമോ ഉത്തരാഖണ്ഡ് സിവിൽ കോഡിനെ? ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണണം എന്നാണ് എന്റെ ആവശ്യം. കാരണം ദാറ്റ് ഇസ് എ ഗുഡ് ടെസ്റ്റ് ഡോസ് എന്ന് എനിക്ക് തോന്നുന്നു. വലിയ കുഴപ്പങ്ങൾ ഇല്ലാത്ത ഒരു സാധനമാണ്. എല്ലാരെയും ഒരേപോലെ കാണുന്നു. പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റി, അതായത് ഒരു ആധുനിക ലോകത്തിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത കമ്മ്യൂണിറ്റീനെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ റൈറ്റ്സിനെയോ അവരുടെ ആചാരങ്ങളെയോ നമ്മൾ ബാധിക്കുന്നില്ല. ആധുനിക സൊസൈറ്റി ജീവിക്കുന്നവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. എല്ലാ മൈനോറിറ്റീസിനെയും ബാധിക്കുന്നുണ്ട്, മെജോറിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഒഴിവാക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് യൂണിഫോം സിവിൽ കോഡായിട്ട് കാണാൻ പറ്റും? അത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ നമ്മൾ വൽക്കരിച്ച് നമ്മുടെ കൂടെ എത്തിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് കൂടെ അപ്ലിക്കബിൾ ആക്കാന്നുള്ളതാണ്. ഇപ്പോഴേ നമ്മൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. വി ഷുഡ് ടേക്ക് ദ സ്റ്റെപ്സ് ടു റീച്ച് ദർ എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ദിസ് എ ഗുഡ് സ്റ്റെപ്പ്. ഇതിപ്പം ഇതേ കാര്യം ഇപ്പം ട്രൈബൽ കമ്മ്യൂണിറ്റിയിലും കൂടി ഇത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതേപോലെ നിന്നെ പോലുള്ള ഫെമിനിസ്റ്റുകൾ എന്റെ അടുത്ത് ചോദിച്ചേനെ, അയ്യോ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള ചോദ്യം ചോദിച്ചേനെ. ചോദിക്കും. ചോദിക്കും. അപ്പോൾ അവര് വരട്ടെ. അവര് നമ്മുടെ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്കും ചരികളിലേക്കും എത്തുമ്പോൾ നമുക്ക് അവർക്കും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാത്. അതുവരെ ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ് ഇൻ ദെയർ സെക്ലൂഡഡ് പ്ലേസ്. അവര് നമ്മുടെ ലിവിങ് സ്പേസിന്റെ ഇടയിലേക്കല്ല വരുന്ന. അവരുടെ സ്പേസുകളിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അത് നമ്മൾ കയറി ഇത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ആളായിട്ടില്ല. അവർക്ക് അവരുടേതായ ഒരു നേറ്റീവ് കൾച്ചർ ഉണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയിടത്ത് സിവിൽ കോഡ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിന്റെ കാര്യം തന്നെ എടുത്താൽ, ഞാൻ ലക്ഷദ്വീപില് കൂടുതൽ മുസ്ലിംസ് ആണ്, അതിൽ തന്നെ ട്രൈബൽസ് ആണ് വരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സിവിൽ കോഡ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിനെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? ലക്ഷദ്വീപിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരിക? എന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ ഡിസ്കഷൻ വേണം, എന്ത് വേണം എന്നുള്ളത് വരണം. അതായത് ഹൗ പീപ്പിൾ ഷുഡ് അഡാപ്റ്റ് ടു ദിസ്, ഹൗ പീപ്പിൾ ഷുഡ് ഇംപ്ലിമെന്റ് ദിസ്, എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതിനെല്ലാം ചർച്ചകൾ വേണം. പക്ഷെ എന്ന് പറയുന്നത് വരണ്ട എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. അപ്പൊ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, അവർക്ക് ഇതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ, ആർ ദേ റൈറ്റ്ഫുൾ ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്ക്ലൂഷൻ ഫ്രം ദിസ് എന്നുള്ള ഒരു ഡിസ്കഷൻ വരണം. ചുമ്മാ നമ്മൾ എക്സ്ക്ലൂഷൻ എല്ലാവരും കൊടുക്കുകയല്ല. റൈറ്റ്ഫുൾ ആണോ അവർക്കത്, നമുക്ക് അതിന്റെ നീഡ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എക്സ്ക്ലൂഷൻ കൊടുക്കുക. അതാണ് എന്റെ പ്രശ്നം. അങ്ങനെ എക്സ്ക്ലൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോം സിവിൽ കോഡായിട്ട് കാണാൻ കഴിയും. ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നല്ലേ പറയുന്നത്? ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ മൊത്തത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാരെയും ഒഴിവാക്കി തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതാണ്, എന്നെങ്കിലും ഒരു ദിവസം UCC-യിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ കണ്ടാൽ മതി. നമ്മൾ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരുന്ന അവസാനം ടെറിട്ടറി ഓഫ് ഇന്ത്യയിലേക്ക് എത്തും. അതെങ്ങനെ ശരിയാവും? ഇപ്പോ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു UCC എന്ന് പറയുമ്പോൾ അവസാനം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന UCC-യുമായിട്ട് ബന്ധം വന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനുള്ള റൈറ്റ്സ് സ്റ്റേറ്റ്സിനുണ്ട്. സ്വന്തമായിട്ട് ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റ്സിന് പണ്ടേ ഉണ്ട്. അത് ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ നമ്മുടെ കൺട്രി ഒരു സിവിൽ കോഡ് ഇറക്കി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബൈൻഡിങ് ടു ഓൾ സ്റ്റേറ്റ്സ്. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കി കഴിഞ്ഞാൽ സെൻട്രലിന്റെ റൂൾ തന്നെയാണ് റൂൾ, അതിൽ തർക്കമില്ല. അപ്പൊ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന 2 കാര്യങ്ങളാണ് വിവാഹ മോചനം എന്ന് പറയുന്നത്. അപ്പോ വിവാഹ മോചനത്തിൽ വരുമ്പോഴേക്കും ഇപ്പോ സ്റ്റേറ്റ് വൈസ് ഒരു UCC ഇപ്പം ഞാൻ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു UCC-യുടെ ഭാഗമായിട്ട് ഇപ്പൊ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയല്ല, പുതിയ രീതിയിലൊരു നിയമം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റത്തിനെ ബാധിക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നിയമം ഇറക്കുന്നത് ഇൻഹ്യൂമൻ ആണോ എന്നുള്ളതാണ് പ്രശ്നം.
ആൾക്കാരുടെ റൈറ്റ്സിനെയോ ആൾക്കാരതിനോ കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെയോ നിയമങ്ങൾ ഇറക്കുന്നു, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഓക്കെ അല്ലാത്ത കാര്യം ഇറക്കിയാൽ നമുക്ക് അന്ന് പ്രതികരിക്കാം. ഓക്കെ ആവൂല ഇപ്പോഴേ ഉറപ്പിച്ചു വെച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിൽക്കുന്നതിന്റെ ആവശ്യമില്ല, ഞാൻ പറയുന്നതാണ്. അതായത് അങ്ങനെ ഒരു വ്യത്യാസം ഇപ്പൊ ഉള്ള സ്റ്റേറ്റുകൾ മൊത്തം ഇത്തരത്തിലൊരു ഇതുണ്ടായി കഴിഞ്ഞാല്, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ മൊത്തം വ്യത്യസ്തമായ രീതിയിലൊരു UCC ആണ് കൊണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ UCC ഉത്തരാഖണ്ഡിൽ ഇറക്കിയ UCCന്റെ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പൊ അതാണ് സെന്റർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എന്താണ് അതിലുള്ള കുഴപ്പം? അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്പിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാൻ പറ്റും? ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാരേജിന് ഈക്വൽ ആയിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. മാരേജിന് ഈക്വൽ അല്ല, പക്ഷേ അല്ല, മാരേജും ലിവിംഗ് റിലേഷൻഷിപ്പുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ലീഗലി അവര് സൈൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ലീഗലി ഡോക്യുമെന്റ് വിടൂ, ചെയ്യുന്ന കർത്തവ്യങ്ങളിൽ എന്താണ് വ്യത്യാസം? ലിവിംഗ് റിലേഷൻഷിപ്പും മാരേജും ചെയ്യുന്ന കർത്തവ്യങ്ങൾ എന്നുള്ളതല്ല, അവർക്ക് എപ്പോ വേണമെങ്കിലും ആ ബന്ധം വളരെ സ്മൂത്ത് ആയിട്ട് ഇൻ കേസ് അത് വിടാനുള്ള എല്ലാവിധ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ എൻഡ് ചെയ്യാനും അവർക്കിടയിലായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. അല്ല, ഇപ്പോഴും വിടാല്ലോ, സ്മൂത്ത് ആയിട്ട് വിടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതിൽ ഈ റൂളിൽ എന്താണ് സ്മൂത്ത് ആയിട്ട് വിടാൻ പറ്റില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്? സ്മൂത്ത് ആയിട്ട് വിടാൻ പറ്റില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തിനാണ് ഒരു സൈനിന്റെ ആവശ്യം എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എനിക്ക്. അതിന്റെ ആവശ്യം എന്താണ്? ലിവിംഗ് റിലേഷൻഷിപ്പില് ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന്റെ ഉത്തരവാദിത്വം ആരുടെയിലാണ്, ആ കൊച്ചിനെ ആര് നോക്കണം എന്നുള്ളൊരു ടോക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലിവിംഗ് റിലേഷൻ കൂടുമ്പോൾ കൊച്ചുങ്ങൾ ഇനി അവിടെ ജനിക്കും, എന്തായാലും ജനിക്കും. ആ ജനിക്കുമ്പോൾ അവരാരും നോക്കണം എന്നുള്ള ചോദ്യം ഗവൺമെന്റിന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ അതെയാണ്. അതിന്റെ കൂടെ തന്നെ അവിടെ ഒരു ഡൊമസ്റ്റിക് ഹറാസ്മെന്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സബ്ജുഗേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിന്നെ അവിടെ നിന്നെയോ എന്നെയോ ആരെങ്കിലും പിടിച്ചു വെച്ച് ലിവിംഗ് റിലേഷൻഷിപ്പ് ഓട്ടിക്കുന്നു, അതിനും ഗവൺമെന്റ് ഒരിക്കലും ഒരു ഹ്യൂമന്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ പിടിച്ചു വെച്ചിട്ടല്ല ചെയ്യിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും രണ്ടുപേരുടെയും റൈറ്റ്ഫുൾ ഒപ്പീനിയനോടുകൂടെയും സമ്മതത്തോടും കൂടെയാണ് റിലേഷൻഷിപ്പ് ഓടുന്നത് എന്നുള്ളതിന്റെ തോന്നൽ ഉണ്ടാക്കാനാണ് ലിവിംഗ് റിലേഷൻഷിപ്പിന് രജിസ്ട്രേഷൻ. അതിൽ എനിക്ക് ഒരു തെറ്റും തോന്നില്ല. നമ്മളിപ്പോ ആധാർ കാർഡ് വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിലോ ഒരു സ്വിഗ്ഗിയിലോ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡ് ഇട്ട് മറ്റേ OTP കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ രജിസ്ട്രേഷൻ എടുക്കുന്നത്. അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്താണ് വേണ്ടത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഏത് രണ്ട് കപ്പിൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതല്ലേ ആഗ്രഹം. അതിന് ഒരു രജിസ്ട്രേഷൻ ചെയ്ത് എന്താ പ്രശ്നം? ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ബലമായിട്ടാണോ പിടിച്ചു വെക്കുന്നത്, ലിവിംഗ് റിലേഷൻഷിപ്പിലാക്കുന്നതെന്ന് ചോദിച്ചു. ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ നമ്മൾ സാധാരണ ഉള്ള, അതായത് രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങളിൽ ഇത് എത്രത്തോളം ഇല്ല എന്ന് അങ്ങനെ പറയാൻ പറ്റും? ഇല്ല, അതാണ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായതാണല്ലോ. പള്ളിയിൽ വെച്ചിട്ടോ അമ്പലത്തിൽ വെച്ചിട്ടോ മോസ്കിൽ വെച്ചിട്ടോ കല്യാണം കഴിച്ചാൽ പോരാ, സിക്ക് മറ്റേ ഇതോ ചെയ്താൽ പോരാ. ദേ ഹാവ് ടു ഗോ ആൻഡ് രജിസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഗവൺമെന്റ് അതോറിറ്റി, എന്നാലും മാരേജ് വാലിഡ് ആവുള്ളൂ എന്നുള്ള റൂളും ഈ UCCയുടെ കൂടെ തന്നെ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. അതിപ്പോ നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും? ഇപ്പൊ ഒരു സൈൻ ചെയ്തു എന്ന് കഴിഞ്ഞുകൊണ്ട് മാത്രം അയാൾ ബലാത്കാരമായി ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്ന്, അല്ലെങ്കിൽ സമ്മതിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നീ കോടതി പോയിട്ട് നീ ഒരാള് റേപ്പ് ചെയ്തില്ല, നിന്നെ റേപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ വാക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ വാക്കാണ് സിഗ്നേച്ചർ. ആ വാക്ക് പറഞ്ഞിട്ട് നമ്മളിനി അതിന്റെ പുറകെ പോകണമെന്നുണ്ടെങ്കിൽ ഹലോ സ്റ്റക്ക് ആണോ? കേൾക്കുന്നുണ്ട്. അതായത് നീ വാക്ക് പറയുന്ന പോലെ തന്നെയാണ്, ഒരു വാക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ് ആ സിഗ്നേച്ചർ ഗോയിങ് ടു രജിസ്റ്റർ ഓഫീസ് ആൻഡ് സൈനിങ് ദാറ്റ്. അപ്പൊ വാക്ക് പറയുന്നത് നിന്റെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ മൈന്യൂട്ട് കേസിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ആ വാക്ക് കൊടുക്കാൻ പോയി ഒപ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ മറ്റേ അമ്പലത്തിൽ പോയിട്ട് അച്ഛന്മാര് പറഞ്ഞു കേട്ട് വാ 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 വാ, അതല്ലല്ലോ. അതിനെക്കാട്ടി ബെറ്റർ ഒരു സാധനമല്ലേ കൊടുത്തു വച്ചിരിക്കുന്നേ. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇപ്പം ലിവിംഗ് ടുഗദറിൽ എനിക്കൊരു എതിർപ്പുണ്ട്, ആ ലോയിൽ എനിക്കൊരു എതിർപ്പുണ്ട്. മെയിൻ്റനൻസ് പയ്യന്മാർക്കും വേണം. കൂടുതൽ ഏർണിംഗ് മെമ്പർ ആരാണോ അവര് പൈസ കൊടുക്കണം. ഇതാണ് പറഞ്ഞു വരേണ്ടത്. എനിക്ക് മനസ്സിലായിരുന്നു നേരത്തെ. അത് വേണം. കാരണം ഇപ്പൊ മെയിൻ്റനൻസ് ഇപ്പൊ കൊടുക്കണമെന്ന് തന്നെ വെച്ചോളൂ. മെയിൻ്റനൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹയർ ഏർണിംഗ് പേഴ്സൺ ആരാണോ അയാൾ മറ്റേ ആൾക്ക് മെയിൻ്റനൻസ് കൊടുക്കുക. അതിപ്പോ ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അങ്ങനെ പറഞ്ഞു. അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യം ഈ ലോകത്തില്ല. നമ്മൾ ഈക്വൽ അല്ലേ? അത് വേറൊരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. ആക്ച്വലി ഒരു ദിവസം അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പം ഈ UCCയിലെ പ്രശ്നം എന്താ? നീ കണ്ടിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കൊരു പ്രശ്നവും കാണുന്നില്ല. ഈ ഒരു കാര്യം അല്ലാതെ എനിക്കൊരു പ്രശ്നം കാണുന്നില്ല. ഇല്ല, ഈ ഒരു നിയമം ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരിക്കലും നമുക്ക് മൊത്തത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നാഗാലാൻഡ് പോലുള്ള സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പം UCC കൊണ്ടുവന്നു കഴിഞ്ഞാലും അവിടെ പോയിട്ട് നിങ്ങൾ UCC നടപ്പിലാക്കണമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്.
അവരുടെ അനുമതി ഇല്ലാതെ ഈ പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണമെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതാണ്ട് നമ്മൾ എവിടെയൊക്കെയാണ് ഒരു നേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആദിവാസി എന്ന് വിളിക്കുന്ന ടൈപ്പ് ട്രൈബൽ പീപ്പിൾ ഉള്ളത്, അവർക്ക് ഒരു എക്സംഷൻ കൊടുക്കാം. അവരെ പക്ഷേ നമ്മൾ ആദിവാസികളായിട്ട് തന്നെ വെച്ചോണ്ടിരിക്കാതെ ലെറ്റ്സ് ട്രൈ ടു ബ്രിങ് ദം ഇൻടു അവർ കൾച്ചർ ആൻഡ് ദ മോഡേൺ സൊസൈറ്റി സോ ദാറ്റ് ദേ ക്യാൻ ബി ലൈക്ക് us. അതെങ്ങനെ നമ്മുടെ കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവരണം? നമുക്ക് എങ്ങനെ വാശി പിടിക്കാൻ പറ്റും? അവർക്ക് അവരുടേതായ കൾച്ചറില്ലേ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അങ്ങോട്ടും കൂടെ നമുക്ക് ഗ്ലോബലൈസ് ചെയ്യാം അതിലേക്ക്. ബിക്കോസ് നമ്മുടെ സ്റ്റഡീസ് എല്ലാം പറയുന്ന കാര്യങ്ങള് ഫോളോ ചെയ്യാതിരിക്കുന്ന അവരുടെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരെയും കൂടെ നമ്മൾ നമ്മുടെ കൾച്ചർ ഇങ്ങനെയൊക്കെയാണെന്ന് ഒരു നോളജ് സിസ്റ്റം കൊടുക്കാൻ പറ്റുമല്ലോ. നോളജ് സിസ്റ്റം കൊടുത്തിട്ട് താല്പര്യമുള്ളവരെ ഇങ്ങനെ പതുക്കെ പതുക്കെ വരുത്തി നമ്മളൊരു ഹോൾ സൊസൈറ്റി അവരുടെ എന്നുള്ള നല്ല കാര്യങ്ങൾ നമ്മളും എടുത്ത് നമുക്കൊരു ഹോൾ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വരണം. അല്ലാതെ എത്ര നാൾ ഈ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യക്കാരനൊരു ഇന്ത്യക്കാരനാവണം, മതം ഇല്ല, ജാതി ഇല്ല, ഭേദം ഇല്ലാത്ത ഇന്ത്യക്കാരനാവണം. ആ ഇന്ത്യക്കാരനാവാൻ പറ്റും കെൻ? അതെങ്ങനെ ആവും? ഇതൊക്കെ ഒരു നമുക്ക് പറയാൻ മാത്രമല്ലേ പറ്റൂ. എങ്ങനെ അതാവാൻ കഴിയും? പറ്റുമല്ലോ. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വീഡൻ ആയിക്കോട്ടെ എല്ലാ കൺട്രികളും അതിലേക്ക് എത്തുന്നു. നമുക്ക് എത്താൻ കുറച്ച് സ്വീഡനെ വെച്ചിട്ട് ഇന്ത്യ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇന്ത്യ പോലെ എത്രയോ തരത്തിലുള്ള ജാതികളും മതങ്ങളും നിലനിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വീഡൻ എത്തിയതുപോലെ നമുക്ക് അത്രയും പെട്ടെന്ന് എത്താൻ പറ്റില്ല. സമയമെടുത്ത് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. ഇതൊരു സ്റ്റാർട്ടിങ് ബേബി സ്റ്റെപ്പ് ആയിട്ട് കണ്ടാൽ മതി. ഇതിനെ ബേബി സ്റ്റെപ്പ്. UCC വരുന്നത് കൊണ്ട് ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ആണെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് അതെ, കാരണം പോളിഗാമസ് റിലേഷൻഷിപ്പ് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല താല്പര്യമുള്ളതാണ്. അത് പക്ഷെ എനിക്കും ചെയ്യാൻ പറ്റില്ല, വേറൊരുത്തിനും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യക്കാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂൾ വന്നാലേ നമ്മൾ അത്രയും നല്ലൊരു മോറൽ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ മോറൽ സ്റ്റാൻഡേർഡ്? എന്ന് പോളിഗാമസ് എന്ന് പറയുന്നത് ഇത്ര വലിയ മോശം കാര്യമാണ്. പോളിഗാമസ് when there is a marriage there and we are already having two relationship തെറ്റാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതാണ് ഇന്ത്യൻ ഗവൺമെന്റ് വിശ്വസിക്കുന്നത് till now. കാരണം ആണുങ്ങൾക്ക് ഇതുവരെയും ആണുങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫയർ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂൾ. ഫോർ അതർ അല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഓപ്പൺ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ. റിലേഷൻഷിപ്പ് പലതരമാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് ഓപ്പൺ റിലേഷൻഷിപ്പിൽ ഉണ്ടത് അയാൾ പോളിഗമി ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ളത് എന്റെ പ്രശ്നമുണ്ട്. പോളിഗാമസ് മാരേജ് പാടില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവർക്ക് ഇടക്കിടക്ക് പോയിട്ട് ആരെങ്കിലും കുറെ പേര് അത് ഓക്കെ, അത് അവർക്ക് ഇഷ്ടം. ബെഡ്റൂം അല്ല, മാരേജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. മാരേജ് ഇസ് എ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് അതിന് പാർട്ണറിന്റെ സമ്മതം ഉണ്ടെങ്കിൽ പാർട്ണർ ഇപ്പൊ പറയാണ് നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ പൊക്കോ. എനിക്ക് അങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? പാർട്ണർ ഓക്കെയാണ്. കല്യാണം കഴിക്കാതിരിക്കാൻ ഒരു നല്ല ഓപ്ഷൻ ഉണ്ടല്ലോ. അവർക്ക് കല്യാണം കഴിച്ച് അവർക്ക് ഇഷ്ടം പ്രൈമറി പാർട്ണറായിട്ട് നിൽക്കുന്നതായിരിക്കും. എന്റെ പ്രൈമറി പാർട്ണർ നിങ്ങളായിരിക്കണം എന്ന് ആഗ്രഹിക്കണം, കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഗവൺമെന്റ് സ്റ്റിപ്പുലേറ്റഡ് കാര്യമാണ്, ഗവൺമെന്റ് കോൺട്രാക്ട് ആണ്. അതിലേക്ക് ഏർപ്പെടാതെ അവരെന്തുകൊണ്ട് ചെയ്യട്ടെ. ഗവൺമെന്റ് കോൺട്രാക്ടിൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അതെന്താ? നിനക്കിപ്പോ കാറിന്റെ ബാക്കിൽ മറ്റേ വലിയൊരു ഇത് വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് സമ്മതിക്കില്ല. നിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് ചെയ്തോളൂ. അത് മറ്റേ റേസ് ട്രാക്കിൽ ഓടിച്ചാൽ മതി. അത് നമ്മുടെ സിറ്റി റോഡ്സിലോട്ട് ഇറക്കണമെങ്കിൽ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇത്. ഗവൺമെന്റ് ഒരു റൂൾ വെച്ചു, ഗവൺമെന്റിന്റെ സദാചാര റൂളിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ നിനക്ക് അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാം, എന്നിട്ട് ഈ റൂൾ മാറ്റിക്കാം. അതാണ് ഡെമോക്രസി. അങ്ങനെയല്ലോ ഡെമോക്രസി ക്വസ്റ്റ്യൻ ചെയ്ത് അയാൾ മാത്രം വോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതില്ലല്ലോ. ക്വസ്റ്റ്യൻ ചെയ്ത് നിന്റെ താല്പര്യപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഇവരെ മാറ്റിക്കാം. ഇപ്പോഴേ എലക്ട് ചെയ്ത ശേഷം മാറ്റിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവരെ ആൾക്കാരെ മാറ്റി വേറെ ആൾക്കാരെ കൊണ്ട് പ്രതിഷ്ഠിച്ച് അവരെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ റൂൾ ഇറക്കാം. അതാണ് ഡെമോക്രസി. നീ വിചാരിക്കുന്ന എല്ലാം ഇന്ന് നടക്കണമെന്നുള്ളതല്ല, മാറ്റം വരുത്താനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഡെമോക്രസി. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം നടക്കണമെന്നില്ല. മെജോറിറ്റി വിചാരിക്കുന്നതേ നടക്കൂ ഇന്ന ഡെമോക്രസി. മെജോറിറ്റി വിചാരിക്കുന്നത് നടക്കൂ, അതാണ് പറയുന്നത്. അതിൽ ഉൾപ്പെടെ മൈനോറിറ്റി പറയുന്നതിന് കൂടി വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൈനോറിറ്റി പറയുന്നതിന് വാല്യൂ കൊടുക്കണം. പക്ഷേ ഡെമോക്രസിനെ കാട്ടി ബെറ്റർ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇതുവരെ ഇൻവെന്റ് ചെയ്തിട്ടില്ല. ദിസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ വേസ്റ്റ്. ഡെമോക്രസിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് മൈനോറിറ്റി എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളത്. എല്ലാരെയും പരിഗണിച്ച് തന്നെയല്ലേ. ഇതിപ്പം ഹിന്ദുസിന് മാത്രം എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള റിലീജിയൻ ഇത് ചെയ്യല്ലോ. എല്ലാവർക്കും ഒരു ലോ അല്ലേ. ഇതിലിപ്പോ എന്താണ് തെറ്റ്? എല്ലാവർക്കും ഒരു ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പം അതിന്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്ന. ഹിന്ദു കോഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, മുസ്ലിം കോഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും പൊതുവായിട്ട് എന്ത് ലോയാണ് കൊണ്ടുവന്നേക്കുന്നത്? ഹിന്ദു കോഡിലെയും മുസ്ലിം ലോയിലെയും വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് ബിക്കോസ് ടു make them okay with the uniform civil code. അതായത് ഹിന്ദു അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ലോസിൽ ചേഞ്ച് വരുത്തിയാൽ പോലെ എന്തുകൊണ്ട് UCC കൊണ്ടുവരുന്നു? ആ അതാണ് പേഴ്സണൽ ലോസിൽ ചേഞ്ച് വരണമെങ്കിൽ റിലീജിയൻ ബേസ്ഡ് പേഴ്സണൽ ലോസ് ആണ് നമ്മുടെ കൺട്രിയിൽ ഉള്ളത്. അപ്പം
റിലീജിയൻ ലോസ് മാറ്റിയാലേ നമുക്ക് UCC-ലോട്ട് ഇവർ എത്തിക്കല്ലോ. അല്ലാതെ ആ ലോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ലോ കൊണ്ടുവരാൻ പറ്റില്ല. ആ ലോയിൽ ചേഞ്ച് വരുത്തിയാലേ ഈ ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ പേഴ്സണൽ ലോ മാത്രം ചേഞ്ച് ചെയ്താൽ പോരെ? അല്ല, പേഴ്സണൽ ലോ ഓൾമോസ്റ്റ് സിവിൽ ലോസ് അല്ലേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പം ക്രിമിനൽ ലോസ് ഒക്കെ പണ്ടേ ഒന്നാണ്, സിവിൽ ലോസ് ആണ് മാറ്റിയിട്ടുള്ളത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, പേഴ്സണൽ ലോയിൽ വരുന്ന ഇത് മാത്രം മാറ്റിയാൽ പോരെ? എന്തുകൊണ്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പേഴ്സണൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നത് നമ്മുടെ ഗവൺമെന്റിന്റെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആവശ്യകതയാണ് കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മുടെ പ്രിൻസിപ്പൾസിലുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത്. ഇപ്പോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എത്രമാത്രം ഇത്തവണത്തെ കേന്ദ്ര ഗവൺമെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൽ ഒരെണ്ണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇത് ഇത്രയും കാലമായിട്ട് ശ്രമിച്ചിട്ട് പോലും ഇല്ലല്ലോ. മനസ്സിലായില്ല എന്താ? എനിക്ക് ഇടയ്ക്ക് കോളും അങ്ങനെ മിസ്സായി. സോറി, ഇത്രയും കാലമായിട്ട് ഒരെണ്ണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് വരുന്നതിന് എനിക്ക് BJP അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവരത് ശ്രമിക്കുന്നുണ്ടല്ലോ. ദേ ആർ ട്രൈങ് ടു ഡു സോ. അതിനൊരു അവരെന്തുകൊണ്ട് ഇതിനെ മാത്രം അവരെന്തുകൊണ്ട് ഇതിനെ മാത്രം ചാകരയിൽ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സാധനമാണ്. അവർക്ക് സ്ത്രീകളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, ഒരു അനുകമ്പയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്ന ആണുങ്ങൾക്കാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. എന്റെ ഒരു പ്രശ്നം എന്നല്ല, എന്റെ പെർസ്പെക്റ്റീവ്. കാരണം ഈക്വൽ ഷെയർ ഓഫ് ഓൾ ഇൻഹെറിറ്റൻസ് അതെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടില്ലാത്ത കേസാണ്. പയ്യന്മാർക്ക് ചത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളായിരുന്നു. അത് മാറി ഇതിലേക്ക് വരുന്നത് സ്ത്രീകൾക്ക് വളരെ എംപവറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ക്രിസ്ത്യാനിറ്റിയിൽ പണ്ട്, ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യൻ ബോൺ ആയതുകൊണ്ട് പറയണേ, ഞാൻ വിശ്വസിക്കുന്നില്ല, പണ്ടാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കേ കൊടുക്കാവുള്ളൂ എന്നുള്ളായിരുന്നു. അത് ഒരു ലോ വന്ന് ഒരു സമയത്ത് മാറ്റിയാണ് ഈക്വൽ ഇൻഹെറിറ്റൻസ് ആക്കിയത്. അതേപോലെ എല്ലാ കമ്മ്യൂണിറ്റിയിലോട്ടും എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വൈ ഷുഡ് ദ ഗേൾസ് സഫർ, വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് ചോദിക്കുന്ന പോലെ ഇത് മാറേണ്ട കേസായിരുന്നു. പെണ്ണുങ്ങൾക്കും പൈസ കിട്ടണം. ഇപ്പൊ വേണ്ട, എനിക്ക് പെൺപിള്ളേർക്ക് പൈസ ഇല്ല, അവൾക്ക് വിലയില്ല, ഷീസ് നോട്ട് വർത്ത് ഇറ്റ് എന്നൊരു അച്ഛന് തോന്നുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബില്ല് എഴുതി വെക്കാം. ബില്ല് എഴുതി വെച്ചിട്ട് അവർക്ക് മോന് കൊടുക്കണോ മോൾക്ക് കൊടുക്കണോ തീരുമാനിക്കാം. അതിനെ ഒന്നും മാറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ ഗോവയിലുള്ള സിവിൽ കോഡ് മാറേണ്ടതല്ലേ? ഗോവയിലുള്ള സിവിൽ കോഡ് മാറും. യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ കൺട്രി വന്നു കഴിഞ്ഞാൽ അതെല്ലാം മാറും. ഇതിപ്പോ ഉത്തരാഖണ്ഡിൽ മാത്രം വന്നിരിക്കുന്നു. ഈ സിവിൽ കോഡിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞില്ല. ഈ സിവിൽ കോഡിലുള്ള ഒരു റൂളിൽ എന്താണ് പ്രശ്നം? ഞാനതാണ് പറഞ്ഞ ലിവ് റിലേഷൻഷിപ്പിന്റെ കാര്യം. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മാരേജ് റിലേഷൻഷിപ്പുമായിട്ട് എന്താ ബന്ധം ഇരിക്കുന്നത്? മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു കർത്തവ്യം ചെയ്യേണ്ടി വരും. ഇതിന് ഡൈവോഴ്സിന്റെ ആവശ്യമില്ല. സെപ്പറേറ്റ് ആവണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യേണ്ടി. ഇതെന്തിന് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നു? 3 മാസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപ പിഴയും 3 മാസം തടവുമാണ്. രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിലിയൻസ് ഓഫ് ദ നേഷൻ. അതെങ്ങനെ ശരി? ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാണെങ്കിൽ പോലും അയാൾക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് വന്നാൽ കോടതിയെ സമീപിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? അത് ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എത്രമാത്രം ആൾക്കാര് ഒരു കമ്പാനിയൻഷിപ്പിൽ ജീവിക്കുന്നു, എത്രമാത്രം കുട്ടികൾ ഉണ്ടാവും, എത്രമാത്രം കാര്യങ്ങൾ വേണം നമ്മുടെ സൊസൈറ്റിയിൽ റിസോഴ്സസ് ആയിട്ട്, നമ്മുടെ സൊസൈറ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഉള്ള ഡേറ്റ അനലിറ്റിക്സിന് ഒരു കണക്ക് വേണ്ടേ? ഇവിടെ കുറെ സിംഗിൾ പീപ്പിൾ അങ്ങനെ ജീവിക്കുന്നു എന്ന് വിചാരിച്ച് ഗവൺമെന്റ് ലോസ് ഉണ്ടാക്കണമോ? അല്ല, എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് കമ്പാനിയൻഷിപ്പ് എന്നുള്ള ഡേറ്റ ഗവൺമെന്റിന് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണെങ്കിലോ? ഞാനതിലേ പറയുന്ന ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിൽ ജീവിക്കാനുള്ള അവകാശം അയാൾക്കില്ലേ? ഇപ്പോഴും ആ അവകാശത്തിന് എവിടെ കോണ്ടം തട്ടി? അതല്ല ഞാൻ പറയുന്നത്, എന്തിന് രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. അതിലുണ്ടാവാൻ സാധ്യതയുള്ള കൊച്ചിന്റെ കാര്യം. ആ കൊച്ചിന് ഇതുവരെ ഇപ്പൊ ഉള്ള ലോ വെച്ചിട്ട് ആ കൊച്ചിന് അച്ഛനും അമ്മയും ഇല്ല. അതാണോ വേണ്ടത്? കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് കൊടുക്കുക എന്നുള്ളതല്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരന്റ്സ് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ട് അവിടെ. ആയിക്കോട്ടെ, അതിന് രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധം എന്താണ്? രജിസ്റ്റർ ചെയ്താലേ ആ കൊച്ചിന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഹെറിറ്റൻസും കിട്ടുള്ളൂ. രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇൻഹെറിറ്റൻസിന് ഒരു നോ ക്ലെയിം ഫോർ ദി ഇൻഹെറിറ്റൻസ് എന്നവര് പറയുന്നുണ്ടോ? ആ ഇൻഹെറിറ്റൻസിന് വേണ്ടിയിട്ട് ക്ലെയിം കൊടുക്കാം ഇഫ് ദേ ആർ രജിസ്റ്റേർഡ് ആൻഡ് ലെജിറ്റമേറ്റ് ചൈൽഡ് ആയിട്ടാണ്. അതായത് ഒരു ലിവിംഗ് ടുഗദർ രജിസ്റ്റേർഡ് റിലേഷൻഷിപ്പ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കൊച്ചിന് ലെജിറ്റമേറ്റ് ചൈൽഡ് എന്നുള്ളത്, അതായത് നമ്മൾ കല്യാണം കഴിച്ചുണ്ടാവുന്ന ഒരു ചൈൽഡിന്റെ അതേ ഫുൾ റൈറ്റ്സ് കിട്ടുകയാണ്. മനസ്സിലായി? അപ്പം
ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരാളുമായിട്ട് ജീവിക്കുന്നു, ആ ആളായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പോയി ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അതെന്തിനു പറയേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്ന വ്യക്തിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഗവൺമെന്റ് അടുത്ത് അത് അറിയിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യം എന്താണ്? ആ പയ്യൻ ആ പെങ്കൊച്ചിനെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനു ഗവൺമെന്റിനെ വിളിക്കുന്നു? എന്താണ് അത്? ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ? നിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഗവൺമെന്റിനെ നോക്കിയാൽ പോരാ, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങളും കൂടെ ഇത് ചെയ്യണം. എന്നാലേ ഒരു ഗവൺമെന്റിന്റെ എന്ത് ആവശ്യമാണ്? ഗവൺമെന്റ് വ്യക്തമായ ആവശ്യം പറയുന്നില്ലല്ലോ. ഇപ്പൊ ഈ വന്ന ബില്ലിൽ ഗവൺമെന്റ് വ്യക്തമായിട്ട് എന്താ ആവശ്യം പറയണേ? ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെന്റൽ അഗ്രിമെന്റിൽ ഇവര് ലിവിംഗ് ടുഗദർ ആണെന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ അവർ ലിവിംഗ് ടുഗദർ ആണോ അല്ലയോ, ലിവിംഗ് ടുഗദർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ, ലിവിംഗ് ടുഗദർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ട് ഈക്വൽ ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം, എന്തെങ്കിലും ഇങ്ങനത്തെ ഈ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ് വന്നു കഴിഞ്ഞാൽ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ അതിലേക്ക് വരണം. ഇപ്പം ഗവൺമെന്റ് കപ്പിളായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഇത്രയും ശതമാനം സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു. ലിവിംഗ് ടുഗദർ കപ്പിൾസിന് കിട്ടാതെ വരും ഇഫ് ദേ ആർ നോട്ട് രജിസ്റ്റേർഡ്. ഗവൺമെന്റ് അത് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഇപ്പം അതിലേക്കും എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ അത്? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യുമല്ലോ. അവർക്ക് ഇപ്പൊ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, ഐ മീൻ രണ്ട് പാർട്ണേഴ്സ് ആയിട്ട് മാത്രമൊക്കെ നിന്നാൽ മതി എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ രജിസ്റ്റർ ചെയ്യാതെ അവർ ജീവിക്കുന്നത്. അത് നമ്മൾ ഇന്ത്യൻ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ ലോയിനനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യകത ഉണ്ടല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ ലോയിനനുസരിച്ച് ഇന്ത്യൻ ലോയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഇന്ത്യൻ ലോ ക്വസ്റ്റ്യൻ ചെയ്യാലോ, അത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം കൂടുതൽ മെജോറിറ്റി ഓഫ് പീപ്പിളിന് ലിവിംഗ് ടുഗദർ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് അവരെ അതിലോട്ട് മാറ്റും. അങ്ങനെയല്ലേ ഇപ്പം ഈ പുതിയ വന്ന റൂളിൽ നീ ലിവിംഗ് ടുഗദറിൽ രജിസ്റ്റർ ചെയ്യാൻ എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യമാണ്. കമ്മിറ്റ്മെന്റിന് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ വരും. അല്ലെങ്കിൽ ഇതിപ്പം എത്ര നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ, കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ് സാധാരണ ഈ പറയുന്ന പോലെ മാരേജ്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള മാരേജ് എന്ന് പറയുന്നത്. അത് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ പോകുന്നത്. കമ്മിറ്റ്മെന്റ് അധികം വെക്കാത്ത ആൾക്കാരാണ്. ഈ കമ്മിറ്റ്മെന്റ് വെക്കാത്ത ഒരു റിലേഷൻഷിപ്പിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പിന്നെ ഏത് റിലേഷൻഷിപ്പിന് പോകും? എവിടെ പോകും? അതാണ് പ്രശ്നം. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ ആവില്ലല്ലോ. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ലിവിംഗ് ടുഗദർ ആവുന്നത്? ലിവിംഗ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഒരു വീട്ടിൽ രണ്ടുപേര് താമസിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനും എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലെങ്കിൽ തന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരും. അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ബിക്കോസ് വി ലവ് ദാറ്റ് പേഴ്സൺ, വി ലൈക്ക് ദാറ്റ് പേഴ്സൺ. ലവ് എന്നുള്ള വാക്ക് ടു ബിഗ് ആണ്. വി ലൈക്ക് ദാറ്റ് പേഴ്സൺ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആണത്. ആ കമ്മിറ്റ്മെന്റിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടെ വന്ന നമ്മുടെ ജനറേഷനിലുള്ള നീ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ജനറേഷനിൽ റിലേഷൻഷിപ്പ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ താഴെയാണ്. വളരെ വളരെ താഴെയാണ്. ഈ റിലേഷൻഷിപ്പ് സക്സസ് റേറ്റ് എങ്ങനെയാണ് അളക്കുന്നത് ഒന്ന് പറയാമോ? എങ്ങനെയാണ് അളക്കുന്നത്? ഇതിന് എനിക്ക് എഴുതി വെച്ച കണക്കില്ല, പക്ഷെ ഡേറ്റ ഇല്ല. പക്ഷെ ഞാൻ കാണുന്ന സാഹചര്യങ്ങൾ എല്ലാം പൊട്ടിപ്പോവുകയാണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, ഇപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ ഡിവോഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ കാണാൻ പറ്റുന്നത് സ്ത്രീകളല്ലെങ്കിൽ പാർട്ണറായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ പാർട്ണർ എന്ന് തന്നെ പറയാം, ഞാൻ പ്രത്യേകിച്ച് ജെൻഡർ പറയുന്നില്ല, പാർട്ണറായിട്ട് കൂടെ ഉള്ള വ്യക്തി അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള അക്രമങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പണ്ടുള്ള ഒരുപാട് സ്ത്രീകളാണെങ്കിൽ പോലും ഈ പറയുന്ന അടിച്ചമർത്തലുകളെ മാത്രം നോക്കി കണ്ട് ജീവിച്ച ആളാണ്. വീട്ടിൽ ഇരിക്കുക എന്നുള്ളത് മാത്രം നോക്കി കണ്ട് ജീവിച്ച പല ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മാത്രമാക്കി നോക്കി മക്കളെ നോക്കി മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായാണ് ഇന്നുള്ള റിലേഷൻഷിപ്പിൽ. ഇപ്പൊ പലതാണെങ്കിൽ പോലും ഈവൻ എനിക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് പോലും ഇപ്പൊ ടോക്സിക് ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴത് പിന്നീട് എനിക്കത് മനസ്സിലാകാനുള്ള ബുദ്ധി പോലും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴാണ് അത് വേണ്ടാന്ന് വെച്ച് പുതിയലോട്ട് പോകാൻ ഞാൻ തയ്യാറാവുന്നത്. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മീൻ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും അത് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ആവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ സഹിച്ചുകൊണ്ട് പോകുന്നതല്ല ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്താ? അങ്ങനെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്ത് നമ്മള് ഇങ്ങനെ, അതായത് അന്നത്തെ പോലെ അടിച്ചമർത്തുന്ന ഹൗസ് വൈഫ് അല്ലാതെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തു പോകുന്ന വിൽ മേക്ക് ഇറ്റ് ഹാപ്പിയർ എന്നുള്ളതിലെ നിന്റെ വാദം. അവരെ ഹാപ്പിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് തകർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഷ്ടപ്പെട്ട വ്യക്തി ആയിരുന്നിട്ടുണ്ടാവും. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാറുക എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ മാറി ജീവിക്കുക എന്ന് പറയുന്നത്, അയാളിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ അത് അല്ല ഹാപ്പിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. നീ അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് US നടത്തിയ ഇടയ്ക്ക് ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ മാരീഡ് വുമൺ വിത്ത് കിഡ്സ് ആർ മോർ ഹാപ്പിയർ ദാൻ അൺമാരീഡ് വുമൺ വിത്തൗട്ട് കിഡ്സ് എന്നുള്ളൊരു ഒരു ഇത് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജനറേഷനാണ്, അതായത് 20 വയസ്സുള്ള നമ്മുടെ 20 to 30 ഇയേഴ്സിലുള്ളവരാണ് ഏറ്റവും സാഡ്.
40 to 60 ഉള്ളവര് ഹാപ്പിയാണ് എന്നുള്ളതും വരുന്നു. അപ്പൊ നമ്മുടെ ജനറേഷൻ ആണ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കണക്കനുസരിച്ച് 20 to 30 ഏജ് ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്ന ഏജ് ഫോർ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഇപ്പൊ നമ്മുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ഏറ്റവും ഹാപ്പിനെസ് കുറവ് നമ്മുടെ ഏജ് ഗ്രൂപ്പിനാണെന്നുള്ള സ്റ്റഡീസ് വരും. അപ്പം അതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് എവിടെയൊക്കെയോ കുറച്ച് ഓവർ കൈവിട്ട് പോയില്ലേ നമ്മുടെ ജനറേഷൻ. അതെങ്ങനെ ഓവർ കൈവിട്ട് പോയെന്ന് പറയാൻ പറ്റും? എന്തിനാണ് ഓവർ കൈവിട്ട് പോയെന്ന് പറയുന്നത്? അതാണ് ഞാൻ പറയുന്നത് നമ്മള് ഓവറായിട്ട് നമ്മൾ ലിബറൽ ആവുന്നതും കൈവിട്ട് പോകലാണ്, ഓവറായിട്ട് നമ്മൾ കൺസർവേറ്റീവ് ആവുന്നതും കൈവിട്ട് പോകലാണ്. ഈ ഓവറായിട്ട് എന്ത് ലിബറൽ ആവുന്നു ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? എന്താണ് ഓവറായിട്ട് ലിബറൽ ആവുക എന്ന് പറയുന്നത്? ഓവറായിട്ട് ലിബറൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോഴത്തെ ഇതില് എല്ലാ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വി ആർ ടോക്കിംഗ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഈ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിളിന്റെ ഇമോഷൻസ് നമ്മൾ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഓരോ കോൺവെർസേഷൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമോ വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് എന്നുള്ള സ്റ്റഡി പോലും നടന്നിട്ടില്ല. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ആണായിട്ടിരിക്കുന്നു, ഞാൻ എത്ര അൺനോൺ വുമന്റെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ നോട്ട് ക്ലോസ് വുമന്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് സ്ട്രേഞ്ചർ വുമന്റെ അടുത്ത് സംസാരിക്കണം. ആ സ്ട്രേഞ്ചർ വുമനായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷനിൽ ബിക്കോസ് വി ആർ ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ഒരു അട്രാക്ഷൻ വരും. അത് എന്തുമാത്രം ഞാൻ ചെയ്യണം, അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, റിലേഷൻഷിപ്പ് എങ്ങനെ എഫക്റ്റഡ് ആവും എന്നുള്ള സ്റ്റഡി ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓവർ ലിബറൽ എന്തായാലും സംസാരിക്കുക എന്നുള്ളതാണോ എടുക്കേണ്ടത്, അത് സംസാരം കുറയ്ക്കണം എന്നുള്ളത് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഈവൻ വെൻ ഐ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് എനിക്ക് അറിഞ്ഞൂടാ ഷുഡ് ഐ ടോക്ക് ടു ദിസ് ഗേൾ ഓർ നോട്ട്. അവരടുത്ത് ഓവറായിട്ട് സംസാരിക്കാൻ നമുക്കും ഇഷ്ടം തോന്നും, നമ്മുടെ ഉള്ളിൽ ഒരു അട്രാക്ഷൻ വരും, അത് ചെയ്യണമോ വേണ്ടയോ, അതിന്റെ ഒരു ചോദ്യത്തിന്റെ നടുക്കാൻ നമ്മൾ അത് പിന്നെ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോൾ ആ പെങ്കോസ് നമ്മുടെ ഗേൾഫ്രണ്ടിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഗേൾഫ്രണ്ടിന് ദേഷ്യം വരുമോ ഇല്ലയോ, ഗേൾഫ്രണ്ടിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു. അത് ഞാനിപ്പം ഞാനിപ്പോ ആണുങ്ങളുടെ ഇതിൽ പറയാണ്, പെൺപിള്ളേരുടെ ഇതിലും പയ്യന്മാർക്കും ദേഷ്യം വരും. കുറെ നേരം ഈ പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളുണ്ട്. സോ വി ഡോണ്ട് നോ വെയർ വി ആർ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദി പെർഫെക്റ്റ് തിങ് ഫോർ എ റിലേഷൻഷിപ്പ്. അപ്പൊ ആ റിലേഷൻഷിപ്പിന് റെസ്പോൺസിബിലിറ്റി വരണം. ഇനി നമ്മുടെ കാലത്ത് എന്റെ പെർസ്പെക്റ്റീവ്, നമുക്കിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എടുക്കുക കളയുക, ഇടുന്ന ഡ്രസ് ഊരി കളയുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായി പോവുകയാണ് റിലേഷൻഷിപ്സ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ താല്പര്യപ്പെടുന്നത് കൊണ്ട് വേറൊരാൾ ലിവിംഗ് റിലേഷൻഷിപ്പിലാവാൻ പാടില്ല, വേറൊരാൾ ഓപ്പൺ റിലേഷൻഷിപ്പിലാവാൻ പാടില്ല, വേറൊരാൾ ഇപ്പം മറ്റേതെങ്കിലും ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നൊന്നും പറയുന്ന വ്യക്തിയല്ല ഞാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് 100%. പക്ഷെ അതേ സമയത്ത് വേറൊരാൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണ വിയോജിപ്പാണുള്ളത്. കാരണം ഇപ്പം ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വ്യക്തിയുടെ കുറച്ച് റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. കാരണം ആ വ്യക്തിയായിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി അറിയുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. തിരിച്ചാണെങ്കിൽ അതുപോലെ തന്നെ. പക്ഷെ മറ്റേ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു ഇതായിരിക്കും, ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ടാവും. അതായത് ക്യാഷ്വൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ കമ്മിറ്റ്മെന്റ് ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് നേരത്തെ കെൻ പറഞ്ഞ പോലെ ഇടുന്നുടുപ്പ് ഇടുക, ഊരിക്കളയ എന്നൊരു സാധനമാണ്. അതിൽ അവര് രണ്ടുപേരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലെന്താ പ്രശ്നമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റും നമ്മുടെ സിസ്റ്റവും എന്ത് അഡ്വൈസ് ചെയ്യണം, എന്ത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ചെയ്യുന്നത് ഇപ്പൊ കഞ്ചാവ് അടിക്കുന്നവരും ജോയിന്റ് അടിക്കുന്നവരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. അത് കൊള്ളാമോ കൊള്ളില്ല എന്നുള്ള വേറെ ഡിസ്കഷൻ, അത് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്ത് പ്രൊമോട്ട് ചെയ്യണം, കള്ളു കുടിക്കുന്നവരുണ്ടാവും. നമ്മുടെ ഗവൺമെന്റ് പക്ഷെ കള്ളു കുടിക്ക് പ്രൊമോട്ട് ചെയ്യരുത്. നമ്മുടെ ഗവൺമെന്റ് എന്താണോ ഇതുവരെ ഹ്യൂമൻ സൊസൈറ്റി ഓടിച്ചത് അത് പ്രൊമോട്ട് ചെയ്യുക, അതാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കള്ളുകൂടി ഇതുവരെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതാണ്, അതായത് കള്ളുകൂടി തെറ്റോ ചീത്തയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശരിയെന്ന് ഉറപ്പുള്ള കാര്യം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് ശരിയെന്ന് ഉറപ്പുള്ള അതങ്ങനെ ശരി? അപ്പൊ ഇത് ശരിയെന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിലോ? ഈ ലോകത്ത് ഏറ്റവും നമ്മുടെ ഒരു റിലേഷൻഷിപ്പില് നമുക്ക് തെറ്റ് ശരി എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? അല്ലെ നീ ചെയ്യുന്ന തെറ്റാണ്? അല്ല, അതിന്റെ റീസൺ ഉണ്ട്. ഈ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ വികസനം, അതായത് ഗ്രോത്ത് ഉണ്ടായത് സിംഗിൾ പാരന്റോട് അല്ല, ഒരു ഫാമിലി സ്ട്രക്ചർ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് ആയ കാലം മുതലാണ് നമുക്ക് ഇത്രയും വലിയ ഗ്രോത്തിലോട്ട് നമ്മുടെ സൊസൈറ്റി എത്തുന്നത്. വാർ കുറയുന്നത്, എല്ലാം കുറഞ്ഞ് അടി കുറയുന്നത് പോലും നമ്മൾ സിംഗിൾ ഒരു ഫാമിലി സൊസൈറ്റി ആയി മാറി കഴിഞ്ഞതിന് ശേഷമാണ്. വേർ കിഡ്സ് ആർ ബ്രോട്ട് അബൌട്ട് ബൈ 2 parents and we are in that kind of a family environment.
ആ ഫാമിലി എൻവയോൺമെന്റ് കാരണമാണ് ഗ്രോത്ത് ഉണ്ടായെന്നുള്ളതിന് എത്ര നീ കഴിഞ്ഞ 150 വർഷത്തിലുള്ള ഹ്യൂമൻസിന്റെ വളർച്ച നോക്കി, ഇത്രയും വളർച്ചയുള്ള ഒരു 150 വർഷം ലോകത്തുണ്ടായിട്ടില്ല, ഇതുവരെ നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല, നമുക്ക് അറിയാവുന്ന ഹിസ്റ്ററി. അപ്പോ അതല്ലേ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റഡീസ് ഇപ്പൊ യു എസ് നിന്ന് വരുന്നു, കല്യാണം കഴിച്ച, അതായത് 2 പാരന്റ്സ് ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേർക്കാണ് കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് പിന്നെ എന്ത് പ്രൊമോട്ട് ചെയ്യണം? ഞാൻ പറയുന്നത് ഇത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു ലോ കൊണ്ടുവരാം? ഫണ്ടമെന്റൽ റൈറ്റിനെ ഇത് ബാധിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ലിവിംഗ് ടുഗദർ ആവാം. നിങ്ങൾ ലിവിംഗ് ടുഗദർ ആവുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. എന്തിന് രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ആവശ്യമില്ല. നീ ഒരു വണ്ടി എടുക്കുന്നു, വണ്ടി എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. എന്തിന് രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. വണ്ടി അത് ഉത്തരവില്ലാതെ എങ്ങനെയാണ് ആവുന്നത്? വണ്ടി ഇതോട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നേ? ഓൾറെഡി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം, അതിന്റെ പ്രശ്നമല്ല. വണ്ടി എടുക്കും നമ്മൾ എന്തിനാ രജിസ്റ്റർ ചെയ്യുന്നത്? പറയൂ. പൊതുനിരത്തി ഇറക്കി നടക്കണ്ടേ? എനിക്ക് ഏകദേശം കേസ് വരൂലേ? കേസ് വരുമല്ലോ, അതുകൊണ്ടല്ലേ രജിസ്റ്റർ. അതുപോലെ തന്നെ കാരണം വണ്ടിയുടെ എല്ലാ വണ്ടി ഓട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം, ഒരു സസ്പെക്റ്റും വേണം. കോള് വിളിച്ചിട്ട് താങ്കളുടെ വണ്ടി ഇങ്ങനെ ആക്സിഡന്റ് ആയി, നിങ്ങളുടെ ക്യാമറ പിടിച്ചു എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരാൾ വേണം, അല്ലേ? ഗവൺമെന്റിന് അത് വേണം. അതേപോലെ നിനക്ക് എന്തെങ്കിലും ഇപ്പം സോനയും വേറൊരാളായിട്ട് ലിവിംഗ് ടുഗദർ ആണെന്ന് വെച്ചാൽ, ഞാനും വേറൊരാളായിട്ട് ലിവിംഗ് ടുഗദർ ആണെന്ന് വെച്ചാൽ, ആ കൊച്ചിന് എന്തെങ്കിലും പറ്റി, എവിടെയെങ്കിലും പ്രശ്നം പറ്റി, ഫസ്റ്റ് പോലീസ് എന്നെ വിളിക്കണം. നിങ്ങളുടെ ആള് ഇതാ കിടക്കുന്നു. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പാരന്റ്സ് അറിയണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഗുഡ് പോയിന്റ്. കാരണം പാരന്റ്സ് വിൽ നോ വാട്ട് ദിയർ ചിൽഡ്രൻ ആർ അപ് ടു. അതെ, കുട്ടി അല്ലെ, നമ്മള് വളർന്നു വരുന്ന ഒരു പൗരന്മാരാണ്. അതിന് പാരന്റ്സ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അല്ല, പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് അഗ്രി ചെയ്തില്ലെന്നുണ്ടോ വെച്ച് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഒരു സെക്കൻഡ്. സോറി, അമ്മ വന്ന് വിളിച്ചതാ. ഓക്കെ, പാരന്റ്സ് അറിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചിട്ട് ലിവിംഗ് ടുഗദർ നിങ്ങൾക്ക് പറ്റില്ല എന്നോ അവർക്ക് വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നോ ഒരു റൂൾ ഇല്ല. അവരെ അറിയിക്കും. ബിക്കോസ് ഇവർക്ക് എന്തെങ്കിലും അല്ല, ഇപ്പൊ വീട്ടുകാർ പറയാണ് എന്റെ മകനെ അല്ലെങ്കിൽ മകളെ ഫോഴ്സ്ഫുള്ളി ആണ്, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ഇവരെ ഫോഴ്സ്ഫുള്ളി ആണ് ചെയ്യുന്നത് പറയുകയാണ്. അബോവ് ദ ഏജ് ഓഫ് 18 നിന്റെ വാക്കിലാണോ പാരന്റ്സിന്റെ വാക്കിലാണോ? എന്നാലും എടുത്ത് പറയുന്നുണ്ടോ? പാരന്റ്സ് പറയാൻ പറ്റില്ല എന്ന് പറയണെങ്കിലോ? അത് എടുത്ത് പറയുന്നുണ്ട്. ആവശ്യമില്ല. സൈൻ ചെയ്യേണ്ട നീയും നിന്റെ പാർട്ട്ണറുമാണ് സൈൻ ചെയ്യേണ്ടത്. ഞാനും അല്ലെങ്കിൽ ഞാനും എന്റെ പാർട്ട്ണറുമാണ് സൈൻ ചെയ്യേണ്ടത്. പാരന്റ്സിനോട് ഒരു ഇതില്ല. എടുത്ത് പറയുന്നുണ്ട് ബലപ്രയോഗത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ബലപ്രയോഗമാണോ അല്ലെങ്കിൽ ഞാനോ എന്റെ പാർട്ട്ണറോ പറയണം, അല്ലാതെ പാരന്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പാരന്റ്സ് പറയുന്നത് ബലപ്രയോഗമാണ്, എന്നിട്ട് ഞാൻ പോയിട്ട് വന്ന് ബലപ്രയോഗം ഇല്ല എന്ന് പറയുന്നു. അവിടെ കാര്യം കഴിയാണ്, ക്ലോസ്ഡ് ആണ്. ഇപ്പോഴത്തെ രജിസ്റ്റർ മാരേജുകൾ തന്നെ പല രജിസ്റ്റർ മാരേജിന്റെ മോളെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അച്ഛന്മാര് വരുമല്ലോ. പക്ഷെ മോള് പറയാനില്ല ഐ ലവ് ദിസ് ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യം തീരുന്നവർ തന്നെ തീരേണ്ട കേസ്. ദിസ് ഗീവ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ കമ്മിറ്റ്മെന്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ജനറേഷൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തില് നമ്മുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫിലോസോഫിക്കൽ ഒരു വേ ഇല്ല നമുക്ക്. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു എന്നുണ്ട്. റിലീജിയൻ ബുക്സിലോട്ട് പോകാതെ എങ്ങനെ നമുക്കൊരു പ്രോപ്പർ സാധനം ഓട്ടിക്കണം എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ജനറേഷൻ നിൽക്കുന്നത് എന്നുള്ളത് ഐ ക്യാൻ സീ വിത്ത് ലോട്ട്സ് ഓഫ് പീപ്പിൾ. ഞാൻ പ്ലേ ബോയ് ആയി നടക്കണമോ, കുറെ പേരെ കളിച്ചു എടുക്കണമോ, ഒരു കെട്ടാൻ വേണ്ടി നോക്കണമോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാ ആണുങ്ങളിലും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പയ്യന്മാരുടെ അറിവാണ് എനിക്കുള്ളത്. ഇതേ കൺഫ്യൂഷൻ പെമ്പിള്ളാരിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഉറപ്പില്ല. എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. അപ്പൊ ചെയ്യുന്നതിനൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി കമ്മിറ്റ്മെന്റും വരുമ്പോൾ ഒരെണ്ണത്തിൽ ചാടണോ വേണ്ടെന്നുള്ളത് പിന്നെ ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ പയ്യനെ പോലെ പോയി ആത്മഹത്യ ചെയ്യാത്ത ആൾക്കാർ വരട്ടെ, ആത്മഹത്യ കുറയട്ടെ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ആണുങ്ങളാണ് ഇപ്പൊ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ വേശയിൽ ഏറ്റവും കൂടുതൽ പയ്യന്മാര് മരിച്ചോണ്ടിരിക്കുക. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കുറയണം. പിന്നെ നമ്മുടെ ജനറേഷനിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ലിവിങ് സർക്കംസ്റ്റാൻസ് കിട്ടിയിട്ടും എന്തിനീ ആത്മഹത്യ നിരക്കെന്നുള്ളതാണ്. ഇത്രയും കാലഘട്ടം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ്, ഈസിയസ്റ്റ്, സുഖമുള്ള
ലിവിങ് കണ്ടീഷൻസ് കിട്ടിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാം എന്തിന്? അപ്പം യൂണിഫോം സിവിൽ കോഡിൽ നമ്മൾ ഇതുവരെ എത്തി. ലാസ്റ്റ് ഒരു 2 മിനിറ്റ്സ് നിനക്ക് പറയാനുള്ള എന്തെങ്കിലും പോയിന്റ് പറയാൻ നമുക്ക് നിർത്താം. 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞോ? 9:30 സ്റ്റാർട്ട് ചെയ്ത്. അതെ, ടോട്ടൽ 48 മിനിറ്റ്. ഓക്കെ, നീ ലാസ്റ്റ് 5 മിനിറ്റ്സ് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിഫോം സിവിൽ കോഡ് വരുന്നതിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അടുത്ത പോയിന്റ് തന്നെയാണ്. അതായത് മൊത്തത്തിലൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇത്രയും മതങ്ങളും അല്ലെങ്കിൽ മതങ്ങളിൽ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്, ആർട്ടിക്കിൾ 25 to 28 വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു UCC കൊണ്ടുവരാന്ന് പറയുന്നത് എത്രത്തോളം, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പേഴ്സണൽ ലോസിൽ ഓരോ മതത്തെ അടിസ്ഥാനമായിട്ടുള്ള പേഴ്സണൽ ലോസിൽ സെപ്പറേറ്റ് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. അല്ല UCC കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്കും എല്ലാ മതത്തിനെയും കൂടെ മാറ്റിയിട്ട് ഒരു ഒറ്റ ലോ കൊണ്ടുവരാന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഓരോ സീറ്റുകൾ ഇങ്ങനെ ഓരോ UCC കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് കൊണ്ട് തന്നെ അത് ഫെഡറൽ സിസ്റ്റത്തെ ബാധിക്കും എന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ നമ്മളിപ്പോ ഗോവയിൽ നമുക്കൊരു സിവിൽ കോഡ് കാണാൻ പറ്റും. ഗോവയിലെ സിവിൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ അത് പണ്ട് വന്ന പോർച്ചുഗീസിന്റെ സമയത്ത് വന്ന സിവിൽ കോഡാണ്, 1870 വന്ന സിവിൽ കോഡാണ്. പക്ഷെ അതിപ്പോഴും തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോഴും ഒരു പരിഷ്കൃതമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം അതിൽ കത്തോലിക്കക്കാർക്ക് ഇപ്പോഴും മതപരമായിട്ടുള്ള മതകോടതിയിൽ പോയിട്ട് വിവാഹമോചനം നേടാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അതുപോലെ ഹിന്ദു എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബഹുഭാര്യത്വം എടുക്കാനായിട്ടുള്ള വകുപ്പ് എല്ലാം തന്നെ ഗോവയിലുള്ള സിവിൽ കോഡിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ ഏത് സിവിൽ കോഡ് എവിടെ കൊണ്ടുവരണം? പിന്നെ സിവിൽ കോഡിന്റെ കാര്യം പറയുമ്പോൾ എന്തിനെ പൊതു നിയമമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതിനെയാണ് പൊതു നിയമമാക്കി മാറ്റുന്നത്? ആ പൊതു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഞാൻ കാണുന്നിടത്തോളം. അപ്പോ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അതെനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ അതിന്റെ ഉള്ളിലുള്ള ആർഗ്യുമെന്റിലോട്ട് പോകുന്നില്ല. താങ്ക് യു ഫോർ സ്പെൻഡിങ് ദ ടൈം വിത്ത് മീ, ഇതിനെപ്പറ്റി സംസാരിച്ചതിന്. എന്റെ ലാസ്റ്റ് ലീവിംഗ് റിമാർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കാരെല്ലാവർക്കും ഒരു റൂളും ഒരു രീതിയിലും ജീവിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ബൗണ്ട് ബൈ ദ സെയിം ലോസ്. എല്ലാത്തിനും നമുക്ക് എല്ലാവർക്കും ഒരേ ലോയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഓടണം. അല്ലാതെ ഒരാൾക്കിന്നലോ അങ്ങനെ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ് വ്യത്യാസം വരരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് UCCയിലെ സാധനം UCC ഉത്തരാഖണ്ഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം നല്ലതാ. അത് കാരണം അത് സ്പ്രെഡായി വിൽ ഹാവ് ഡിസ്കഷൻസ് ഓൺ ഇറ്റ് ലൈക്ക് ദിസ്. നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ അങ്ങനെ UCC വന്നതുകൊണ്ടാണ്. സോ അതേപോലെ ഒരു ഡിസ്കഷൻസ് ഉണ്ടായി. വാട്ട് ഇസ് ദ ബെസ്റ്റ്? നീ നേരത്തെ പറഞ്ഞ പൊതു എന്താണെന്നുള്ളതിന്റെ ബെസ്റ്റ് പ്ലേസിലോട്ട് നമുക്ക് എത്താനുള്ള ഡിസ്കഷൻസ് ഉണ്ടായി. നമ്മളൊരു നല്ല യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ പറ്റട്ടെ. എന്നിട്ട് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാർ മാത്രമായിട്ട്, മുസ്ലിം ഇന്ത്യൻ, ഹിന്ദു ഇന്ത്യൻ, ക്രിസ്ത്യൻ ഇന്ത്യൻ എന്നുള്ള ജീവിതം മാറ്റിയിട്ട് ഇന്ത്യൻ എന്നുള്ള ജീവിതം, ഭാരതീയനാവേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് എന്റെ ആവശ്യം. നല്ല ഡിസ്കഷൻ ആയിരുന്നു. നമ്മൾ കുറച്ച് മറ്റേ ലിവിംഗ് ടുഗദറിൽ കുറച്ചൊന്ന് മാറിപ്പോയ നല്ല ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോന ഫോർ കമ്മിങ് ഹിയർ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഫൻസീവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ തന്നെ തുടരും. ബൈ ബൈ. എനിക്കറിയാം അങ്ങനെ തന്നെ തുടരുമെന്ന്. അപ്പൊ ശരി, ഇങ്ങനെ കൈ കാണിക്കും.